സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. മധ്യ വടക്കൻ ജില്ലകളിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് ഈ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്? അഞ്ജലി, ഗുഡ് മോർണിംഗ്. വടക്കൻ കർണാടകയ്ക്കും ഒപ്പം ആന്ധ്രയ്ക്കും മുകളിലായിട്ടുള്ള ഇരട്ട ചക്രവാത ചുഴിയാണ് നിലവിലെ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് കാരണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. എന്തായാലും മുന്നറിയിപ്പ് പ്രകാരം 5 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. അതായത് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത് വടക്കൻ ജില്ലകളിലാണ്. അവ ഇതൊക്കെയാണ്. അതായത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും മറ്റ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും ആണ് നിലവിലുള്ള മഴ മുന്നറിയിപ്പിലുള്ളത്. എന്തായാലും അതിതീവ്ര മഴ വടക്കൻ ജില്ലകളിൽ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ശക്തമായ കാറ്റുൾപ്പെടെ ഉണ്ട്. 60 മുതൽ 70 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാനുള്ള സാധ്യത കൂടി മുന്നറിയിപ്പിലുണ്ട്. മാത്രമല്ല വലിയ തരത്തിൽ തീരദേശവാസികൾ നോക്കുകയാണെങ്കിൽ വലിയ തരത്തിൽ കടലാക്രമണ ഭീഷണി കൂടി നേരിടുന്ന സാഹചര്യമാണുള്ളത്. പ്രധാനമായും തീരമേഖലയിലെ 100ഓളം വീടുകൾ ഈ കടലാക്രമണ ഭീഷണി കാരണം വലിയ ബുദ്ധിമുട്ടിൽ നിലനിൽക്കുകയാണ്. 2 വീടുകൾ തകർന്നു വീണ സാഹചര്യമുണ്ട്. ഏകദേശം 75 മീറ്ററോളം കടൽ കയറിയിട്ടുണ്ട് എന്നുൾപ്പെടെയാണ് തീരദേശവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും തിരുവനന്തപുരത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ കനത്ത, അതായത് ഈ രാത്രി ഉൾപ്പെടെ പെയ്തിട്ടുണ്ടായിരുന്ന കനത്ത മഴയിൽ വിവിധ ഇടങ്ങളിലായിട്ട് 7ഓളം മരക്കൊമ്പുകൾ ഉൾപ്പെടെ വീണ് അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിവരങ്ങൾ നൽകിയത് അഞ്ജു ജയപ്രകാശാണ്.